Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. ചോളമുണ്ടയിൽ ജനവാസ കേന്ദ്രത്തിലെ സെപ്റ്റിക് ടാങ്കിൽ ചെരിഞ്ഞ കാട്ടുകൊമ്പന്റെ ശരീരത്തിൽ നിന്നും വിദേശ നിർമ്മിത ലോഹഭാഗം കണ്ടെത്തി. വ്യാഴാഴ്ച നടന്ന പോസ്റ്റ്മോർട്ടത്തിലാണ് ആനയുടെ തൊലിയിൽ നിന്നും ലോഹഭാഗം കണ്ടെത്തിയത്. വിദേശ നിർമ്മിതമായ ലോഹഭാഗം ബാലിസ്റ്റിക് പരിശോധനകൾക്കായി അയക്കും. ചെരിഞ്ഞ ആനയ്ക്ക് വെടിയേറ്റിരുന്നതായാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഹൃദയാഘാതമാണ് ആനയുടെ മരണകാരണമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വനാതിർത്തിയിൽ നിന്ന് 30 മീറ്റർ മാറി മൂത്തേടം ചോളമുണ്ട ഇഷ്ടികകളത്തിലെ ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിലാണ് കൊമ്പനാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാർ കസേരക്കൊമ്പൻ എന്ന് വിളിച്ചിരുന്ന ആനയാണ് ചെരിഞ്ഞത്. ആനയ്ക്ക് 40 വയസ്സോളം പ്രായമുണ്ട്. ആനയുടെ ശരീരത്തിൽ ധാരാളം പരിക്കുകളും ഉണ്ടായിരുന്നു. മുറിവുകൾ പുഴുക്കളരിച്ച നിലയിലായിരുന്നു. വനം വെറ്ററിനറി സർജൻ ഡോക്ടർ എസ് ശ്യാം, മൂത്തേടം വെറ്ററിനറി സർജൻ ഡോക്ടർ മുഹമ്മദ് റെയ്നി ഉസ്മാൻ, അമരമ്പലം വെറ്ററിനറി സർജൻ ഡോക്ടർ ജിനോ ജോൺ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. മൂത്തേടം കരളായി പഞ്ചായത്തുകളിലെ ജനവാസ കേന്ദ്രങ്ങളിൽ കസേരക്കൊമ്പന്റെ ആക്രമണം രൂക്ഷമായിരുന്നു. പകൽ സമയങ്ങളിൽ പോലും ഈ ആനയെ പ്രദേശത്തെ തോട്ടങ്ങളിൽ കാണാൻ കഴിയുമായിരുന്നു. ഈസ്റ്റ് ലൈവ്, എടക്കര.